ഈ കഴിഞ്ഞ ഇലക്ഷന് ശേഷം UDF സർക്കാർ 102 സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിലേറിയതിനു ശേഷം റിപ്പോർട്ടർ ടിവിയുടെ കണ്ടന്റ് തേടിക്കൊണ്ടുള്ള ഓട്ടം കാണുമ്പോൾ സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത്. ഇപ്പോൾ സുധാകരൻ പ്രോടൈം സ്പീക്കറായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിലാണ് നാളെ മുതൽ എല്ലാ MLA മാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനായിട്ട് പോകുന്നത്. പൊതുവെ പ്രോടൈം സ്പീക്കറുടെ മുമ്പിൽ വെച്ചിട്ടാണ് അദ്ദേഹം അധ്യക്ഷനായിട്ടിരുന്നിട്ട് ബാക്കിയുള്ള MLA മാരെല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ ഒരു ആങ്കർ ചോദിക്കാണ്, സുധാകരന് മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് പിണറായി വിജയൻ എത്തോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ സുധാകരൻ പറയുന്നു, എന്റെ മുമ്പിൽ ആരും സത്യപ്രതിജ്ഞ ചെയ്യണ്ട, സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ആവശ്യം ആർക്കുമില്ല. ഞാൻ പ്രോടൈം സ്പീക്കറാണ്. ഞാൻ പ്രോടൈം സ്പീക്കറായിട്ട് ഇരിക്കുന്ന കാലത്തോളം പ്രോടൈം സ്പീക്കറുടെ മുമ്പിൽ വെച്ച് വേണം ബാക്കിയുള്ള MLA മാര് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ എന്നുള്ളത്. അപ്പൊ അതിനുശേഷം റിപ്പോർട്ടർ ടിവിയുടെ ആങ്കർ പിന്നെയും ചോദിക്കുന്നു, പിണറായി വിജയൻ താങ്കളുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് നാളെ എത്തിച്ചേരില്ല എന്നൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ കണ്ടു എന്നുള്ളത്. അപ്പോൾ സുധാകരൻ പറയുന്നു, ഞങ്ങൾ ആരും ഇതുവരെ സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ പിണറായി വിജയൻ ഇത്തരത്തിൽ പറഞ്ഞതായിട്ടും അദ്ദേഹം എത്തിച്ചേരില്ല എന്ന് പറഞ്ഞതായിട്ടും സുധാകരന് മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യില്ല എന്ന് പറഞ്ഞതായിട്ടും ഒരു ന്യൂസ് ഞങ്ങൾ കണ്ടില്ല. ഞാൻ പ്രോടൈം സ്പീക്കറായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം എന്റെ മുമ്പിൽ വെച്ച് വേണം ബാക്കിയുള്ള MLA മാര് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനായിട്ട്. അങ്ങനെ നല്ല രീതിയിൽ വായൽ അടച്ചു കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ ടിവിക്ക്. എന്തൊക്കെയാണെങ്കിലും അതിനുശേഷം അതേ ആങ്കർ തന്നെ വീണ്ടും പറയാണ്, സോഷ്യൽ മീഡിയയിൽ ഇത് സജീവമായിട്ട് കാണുന്ന ഒരു കാര്യമൊന്നുമല്ല, എന്തൊക്കെയാണെങ്കിലും ചെറുകിട ചാനലുകളൊക്കെ ഇത്തരത്തിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തു വിടുന്നുണ്ടെന്ന്. ഏതാണെന്നാവുക ചെറുകിട ചാനലുകൾ? എന്തൊക്കെയാണെങ്കിലും കൊള്ളാം. UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം എങ്ങനെ ഈ ഒരു ട്രാക്കിലേക്ക് കടക്കണം, അതായത് LDF-ൽ നിന്ന് എത്രയും പെട്ടെന്ന് ഈ ഒരു UDF-ലേക്ക് വരണമല്ലോ, എന്നാലല്ലേ ഇവർക്ക് അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇവർക്കും ജീവിക്കണ്ടേ? ഈ പറയുന്ന റിപ്പോർട്ടർ ടിവി കുറെ നാളും ഇടതുപക്ഷ സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഇട്ടവരും ആ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അടച്ച് അനുകൂലിക്കുന്ന വ്യക്തികളുമാണ്. UDF സർക്കാരിനെ അടച്ച് ആക്ഷേപിക്കുന്നവരുമായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇവർ 102 സീറ്റുകൾ നേടി ഈ ഒരു അധികാരത്തിലേക്ക് എത്തുന്ന സമയത്ത് മുഖ്യമന്ത്രിയായിട്ട് VD സതീശനും കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും റിപ്പോർട്ടർ ടിവിക്ക് മറുകണ്ഠം ചാടിയേ പറ്റൂ. അപ്പൊ അതിനുവേണ്ടി പല പണികളും നമുക്കിനി കാണേണ്ടതായിട്ട് വരും. എന്തൊക്കെയാണെങ്കിലും കണ്ടന്റ് തേടിക്കൊണ്ടുള്ള ഓട്ടം സമ്മതിച്ചേ പറ്റൂ. ആരെങ്കിലും കുറച്ച് കണ്ടന്റ് കിട്ടുകയാണെങ്കിൽ റിപ്പോർട്ടർ ടിവിയിൽ വിളിച്ചറിയിക്കണേ. അവർക്ക് എങ്ങനെയെങ്കിലൊക്കെ UDF-ന്റെ ഒരു ട്രാക്കിലേക്ക് കടക്കണം. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്